studies shows that this area, Vizhinjam, the number of malignancies is increasing day by day. How we can prevent those? Second, the women who are in the families, they are not actively involved in creating own vegetables. To promote that, the women can be trained, self-reliant, and at the same time, a collective participation comes. വെണ്ടയിലെ ഈ പൂവ് ഉറുമ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം? വിത്ത് തരുമ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി വിത്ത് തരണം. വെള്ളം ഒഴിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ 1 മണിക്കൂർ ചിലവഴിച്ചാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അടുക്കളയിൽ ആവശ്യമായ എല്ലാ വിളവുകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. സ്വന്തമായിട്ട് വിഷമില്ലാതെ പച്ചക്കറി ഉണ്ടാക്കുന്ന സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഞാൻ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കും. നമ്മുടെ ഈ അടുത്തുള്ള കൃഷി ചെയ്യും എന്ന് വിശ്വാസമുള്ള ഒരു 20 വരെ ചേർത്ത് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവർക്ക് അവിടെ നിന്ന് കിട്ടിയ പച്ചക്കറി തൈയും മറ്റ് ജൈവ കീടനാശിനി അതെല്ലാം കൊടുത്തപ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ മാസം തോറും അവരൊരു 10 രൂപ വെച്ച് മാസവരിയായി തരുന്നുണ്ട്. അത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കും. കൃഷിയുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാശ് എടുക്കുന്നത്. എനിക്ക് 25 ഗ്രോ ബാഗ്, വിത്ത്, വളം, തൈകള് ഇതെല്ലാം കിട്ടി. തുടങ്ങാനിടെ ഇങ്ങനെ ഓരോരുത്തടുത്ത് ഇത് കണ്ട് നമുക്കും ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളൊരു താല്പര്യമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മൾ പിള്ളേർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തുള്ള വീടുകളിൽ കൊടുക്കും, ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും. പുറത്തുനിന്ന് വാങ്ങണ്ട, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി വീട്ടാവശ്യത്തിനുള്ളത് കിട്ടും. നമ്മുടെ പച്ചക്കറി നമുക്ക് തന്നെ എടുത്തിട്ട് പച്ചക്ക് കഴുക പോലും ചെയ്യാൻ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ പഞ്ചായത്തിൽ സമൃദ്ധ ഗ്രാമം പദ്ധതി എന്ന് പറയുന്ന ഒരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് എല്ലാ വീടുകളിലും വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, അത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണ്. We want to reach to the nearby panchayats in a way to reach 10,000 families minimum in the next 3 years' time, and over a period of next 5 years' time, it will reach to 25,000 families. That's the objective in which we are focusing.